മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ? എനിക്ക് വളരെ വേദനയോട് കൂടിയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ ഈശ്വര വിശ്വാസിയാണ്. 12 മണിക്ക് മുൻപാണ് എനിക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത്. ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതിൻ്റെ ടൈം കലക്ടറുടെ കയ്യിലുണ്ട്. അതൊന്ന് വാങ്ങി നോക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൽ എനിക്ക് തീർച്ചയായിട്ടും വേദനയുണ്ട്. അത് 11:52 ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത് ന്യൂസ് റൂമിലിരിക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം. അത് തിരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ ഇവിടെ തന്നെ അറിയിക്കുകയാണ്. ആസ്തികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആസ്തികളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ആസ്തികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതിൻ്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും. ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. 1995 എൻ്റെ വിവാഹം കഴിയുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് 2 ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപക്ഷെ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് 4 യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കൂടിയാണ് ഞാൻ. മാത്രവുമല്ല, ആ കുട്ടി 18 വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു. അയാൾ ജർമ്മനിയിലെ ഒരറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് 2 ഭൂമികൾ വാങ്ങിത്തരാൻ സാധിച്ച ഒരു മകൻ എനിക്കുണ്ട്. രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ്. അയാളും പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ 2 കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൺ ഓറിയൻറ്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ 3 വർഷം എനിക്ക് സമയം തരണം, വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.